നമ്മൾ പഠിക്കുന്നത് കോമൺ ഫാക്ടർ എന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് കോമൺ ഫാക്ടേഴ്സ്? ഇപ്പോൾ ലിസൺ, ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ ഇവിടെ. 12 ആൻഡ് 8, 12ൻ്റെയും 8ൻ്റെയും 12ൻ്റെ മാത്രം ഫാക്ടേഴ്സ് നമുക്ക് എഴുതാൻ അറിയാം അല്ലേ? 12ൻ്റെ ഫാക്ടർ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് മാത്രം എഴുതിയാൽ 2 6s are 12, 2 3s are 6, സോ 3 1s are അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ഇത്രയും പേര് 1 ഒഴിവാക്കി ബാക്കി 1നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ 2 × 2 × 3 × 1 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 12. 12ൻ്റെ ഘടകങ്ങളാണ് 2 2 3 എന്നത്. അപ്പം ഇതിനെ നമുക്ക് 2 × 2നെ നമുക്ക് മാറ്റി 2² × 3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 18നെ കൂടെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 18 എന്ന് പറയുന്ന നമ്പർ എഴുതുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 9 വരും. അഗെയിൻ 3 3 അഗെയിൻ 3 1 വരും. ആൻസർ ഈസ് 2 × 3 × 3 എന്ന് വരും. ഇനി കോമൺ എന്നൊരു വാക്കുണ്ട്. എന്താണ് കോമൺ? മലയാളത്തിൽ നമ്മൾ പൊതുഘടകം എന്നാണ് പറയുന്നത്. പൊതുഘടകം, പൊതു എന്ന വാക്കിനർത്ഥം രണ്ടിലും ഒരുപോലെയുള്ളത്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ 2² × 3 അവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് 12ൻ്റെയും 8ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് എടുക്കുമ്പം ഈ രണ്ടിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ നിന്നൊരു 2 എടുക്കാം. ദെൻ ഇനി അഗെയിൻ ഒരു 2 നമുക്കിവിടെ ചൂസ് ചെയ്യാനില്ല. പക്ഷേ ഇത് ആ 3ക്ക് ഒരു 3 കൊണ്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? × 3. സോ 2 × 3 6 എന്ന് പറയുന്ന നമ്പറാണ് ഇവിടുത്തെ എന്ത് പറയുന്നത് നമുക്ക് കോമൺ ഫാക്ടർ, ലാർജസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ പറയുന്നത് ഹയസ്റ്റ്. സോ HCF എന്ന് തന്നെ പറയാൻ കേട്ടോ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന നമ്പർ ഇവിടെ ആരാണ്? 6. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 12ഉം 18ഉം ആരുടെയൊക്കെ ടേബിളിലുണ്ടെന്ന് നമ്മൾ നോക്കി. 12 എന്ന് പറയുന്ന നമ്പർ 2ൻ്റെ ടേബിളിലുണ്ട്. 2ൻ്റെ ടേബിളിൽ 18ഉം ഉണ്ട്. സംശയമൊന്നുമില്ലല്ലോ. ദെൻ 2 കഴിഞ്ഞാൽ പിന്നെ 3ൻ്റെ ടേബിളിൽ ആരുണ്ട്? 3ൻ്റെ ടേബിളിൽ 12 ഉണ്ട്. 3 4s ഉണ്ട്. ഇവിടെ 3 6s ഉണ്ട്. അങ്ങനെ 3 കഴിഞ്ഞു. ഇനി നമ്മൾ 4ൻ്റെ ടേബിളിൽ ഇത് രണ്ടും വരുന്നുണ്ടോ? ഇല്ല. 4 3s ഉണ്ട്. പക്ഷേ 4 × 1 18 വരില്ല. 5ൻ്റെ ടേബിളിൽ വരില്ല. 6ൻ്റെ ടേബിളിൽ നോക്കാം. 6 2s are 12, 6 3s are 18 വരും. അപ്പം 2 ടേബിളിലും എന്തുണ്ട്? 6ൻ്റെ ടേബിൾ. അപ്പോൾ ഇവിടെ ഹൈനി ഒരു നമ്പർ 9 എടുത്താൽ പറ്റില്ല. 9ൻ്റെ ടേബിളിൽ ചൊല്ലുമ്പോൾ 18 കിട്ടും, പക്ഷേ 12. അപ്പം ഇവിടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ആരാണ് വന്നിരിക്കുന്നത്? 6 ആണ്. ഒരു എക്സാമ്പിളോടെ കാണിച്ചു തരാം. ഒരു 24ഉം ഒരു 36ഉം ഈ 2 നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടർ ആരാണെന്ന് നമ്മൾ നോക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? 24നെ നമ്മൾ പ്രൈം ഫാക്ടർ മെത്തേഡിൽ ഡിവൈഡ് ചെയ്തു. 12 2 6 അഗെയിൻ 2 3. സോ എന്ത് വരും? 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 24 = 2 × 2 × 2 × 3 എന്ന് എഴുതാം. അടുത്തത് 36 ആയിരുന്നല്ലോ നമ്പർ. 36നെ എങ്ങനെ എഴുതാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 18 അഗെയിൻ 2 9 ദെൻ 3 3. സോ ആൻസർ ഈസ് 2 × 2 × 3 × 3. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമുക്ക് ആവശ്യം. ഈ 2 പേരും വരുന്ന ഏറ്റവും വലിയ ടേബിൾ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഈ 24 എന്ന് പറയുന്ന നമ്പറും 36 എന്ന് പറയുന്ന നമ്പറും വരുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ടേബിൾ, അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ ചൂസ് ചെയ്യാൻ സെലക്ട് ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗ്ഗം അതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ 2ൻ്റെ ടേബിളിലുണ്ടല്ലോ, 3യുടെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറേ ടേബിളുണ്ട്. അപ്പോൾ ഏത് നമ്പറാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ അതിനുള്ള നമ്മളുടെ മാർഗ്ഗം എന്താ? ഇതിങ്ങനെ കോമൺ ആയിട്ടുള്ളവരെ ചൂസ് ചെയ്യുന്നു. 2 അഗെയിൻ ഇത് കോമൺ 2 ഉണ്ട്, ചൂസ് ചെയ്തു. ഇനി ഈ 2ന് ഒരാളില്ല, അതാ ഒരു 3 ഉണ്ട്. × 3 2 2s are 4 3s are 12. അപ്പോൾ 24ൻ്റെയും 36ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നത് ഏറ്റവും വലിയ പൊതുഘടകം എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. ഓക്കെ.
അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഒരു 1 2 3 4 5 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 5 സെറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരുത്തരുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആൻഡ് ഓൾ അതർ കോമൺ ഫാക്ടേഴ്സ് എന്നിവയെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കാം. 45ൻ്റെയും 75ൻ്റെയും ലാർജസ്റ്റ് കോമൺ ഫാക്ടറും കണ്ടുപിടിക്കണം, ഓൾ അതർ കോമൺ ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം. വലിയ പൊതുഘടകവും മറ്റെല്ലാ പൊതുഘടകങ്ങളും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം 45നെ പ്രൈം പ്രോഡക്റ്റാക്കി എഴുതുക. ഇപ്പോൾ 45 എന്ന് പറയുന്നത് 3 കൊണ്ട് ചെയ്താൽ 15, എഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്തു 5. സോ ആൻസർ ഈസ് 3 × 3 × 5 ആണ്. അതിനുശേഷം നമ്മൾ 75നെ കൂടി ചെയ്ത് നോക്കാം. 75നെ പ്രൈം പ്രോഡക്റ്റ് ആക്കി എഴുതുമ്പോൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 7-നകത്ത് 3 2 ടൈംസ് ഉണ്ട്, റിമൈൻഡർ 1 15-നകത്ത് 3 5 ടൈംസ്, ദെൻ 5 കൊണ്ട് ചെയ്യുമ്പോൾ 5. സോ 75 എന്ന നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം, 3 × 5 × 5. ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സോ രണ്ടിലും എന്തോ കോമൺ ആയിട്ടുണ്ട്, 3 കോമൺ ആണ്, രണ്ടിലും 5 കോമൺ ആണ്. അപ്പം നമ്മൾ ഈ നമ്പറിനെ ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്ത് 1 3 എന്നുള്ളത് ഈ സൈഡിലേക്ക് എഴുതുക, 5 എന്നുള്ളത് ഈ സൈഡിലേക്ക് എഴുതുക. ദെൻ ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെറിയ പഴയകാല ഗുണനങ്ങൾ ചെയ്തിരുന്നില്ല, അതുപോലെ തന്നെ ഈ കോളം ഫില്ല് ചെയ്യാൻ ഈ നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് എഴുതുക കേട്ടോ. 5 3s are 15. സോ ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 45ൻ്റെയും 75ൻ്റെയും ഫാക്ടേഴ്സായിട്ട് വരുന്ന 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 15 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും 1 3 5 15 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഇതെല്ലാം അവയുടെ കോമൺ ഫാക്ടേഴ്സാണ്. അതിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്, 15 ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 225 275 2 2 5 ആൻഡ് 2 7 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 2 5നെ നമുക്കൊന്ന് പ്രൈം പ്രോഡക്റ്റ് ആക്കി എഴുതാം. 5ഉം 2 7 2 9. അപ്പോൾ 3യുടെ ടേബിളിലുണ്ട്. 3 7s are 21, റിമൈൻഡർ 15. 15-നകത്ത് 3 5 ടൈംസ് ആണ്. എഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 25 വരും, എഗെയിൻ 5 കൊണ്ട് ചെയ്യുമ്പോൾ 5 5. അപ്പം 2 2 5 എന്ന നമ്പറിനെ നമുക്ക് 3 × 3 × 5 × 5 എന്ന് എഴുതാം. അതുപോലെ തന്നെ 275നെ കൂടെ എഴുതാം. 275നെ നമ്മൾ 7 5 12 2 14. അപ്പം നമുക്ക് 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട്. 5 5s are 25, റിമൈൻഡർ 2 25-നകത്ത് 5. എഗെയിൻ നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു 11. സോ 275 എന്ന നമ്പറിനെ നമുക്ക് 5 × 5 × 11 എന്ന് എഴുതാം. ഇനി നമ്മൾ ബോക്സ് വരച്ച് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇവിടെ എഴുതേണ്ടത് ഫസ്റ്റ് 1 എന്നുള്ള നമ്പർ എഴുതുക, 1. ദെൻ രണ്ടിലും കോമൺ ആയിട്ടുള്ളവരെ മാത്രം സെലക്ട് ചെയ്യാം. 3 എന്നൊരു നമ്പർ ഇവിടെ ഇല്ല. സോ ഈ 5ന് കോമൺ ആയിട്ട് ആരുണ്ട്, ഈ ഒരു 5 ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5 എഴുതി. ദെൻ എഗെയിൻ ഈ 5ന് കോമൺ ആയിട്ട് ആരുണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പം എന്താണ്, 2 5 ഒന്നും അല്ലേ, അപ്പം 5 സ്ക്വയറും കൂടെ വരും, അത്രേ ഉള്ളൂ. സോ ദ ഫാക്ടേഴ്സ് ആർ 1 5 ആൻഡ് 25 ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 ആൻഡ് 275. അതിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആരാണ്, 25 ആണ്. അടുത്തത് 360 ആൻഡ് 300 ആണ്. അപ്പം നമുക്ക് 360നെ പ്രൈം പ്രോഡക്റ്റ് ആക്കി എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45, ദെൻ 3 കൊണ്ട് ചെയ്താൽ 15, ദെൻ 3 കൊണ്ട് ചെയ്താൽ 5. സോ 360യെ നമുക്ക് 360 is equal to 2 × 2 × 2 × 3 × 3 × 5 എന്ന് എഴുതാം.
അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് ഇത് 2 1 2 3 2�3 ഇൻറ്റു 3�2 ഇൻറ്റു 5. അടുത്തെന്താ 300 നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പം 150 എന്ന് വരും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 75 എന്ന് വരും. ദെൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 25 എന്ന് വരും. എഗെയിൻ നമ്മൾ 5 കൊണ്ട് ചെയ്തു 5. സോ ഇവിടെ 300നെ പ്രൈം പ്രോഡക്റ്റ് ആക്കുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5 സ്ക്വയർ. രണ്ടിനും കോമൺ ആയിട്ട് നോക്കി. ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 സ്ക്വയറേ ഉള്ളൂ. നമുക്ക് കോമൺ ആയിട്ട് ആരെയും എടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ 2 ക്യൂബ് എടുത്താൽ രണ്ടിടത്തും ഇല്ല. 2 സ്ക്വയർ, ഈ 2 ക്യൂബിനകത്ത് 2 സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 സ്ക്വയർ എടുത്തു. ദെൻ 3 സ്ക്വയറിലും 3ലും കോമൺ ആരാ? 3 ആണ്. ദെൻ 5 സ്ക്വയറിലും 5ലും കോമൺ ആരാണ്? 5 ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എങ്ങനെ ഇതിൻ്റെ ടേബിൾ വരച്ച് എഴുതാൻ നോക്കാം. ഇനി നമ്മൾ ബോക്സ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം. 1 എല്ലാത്തിൻ്റെയും ഫാക്ടറായിട്ട് വരും. 1 2 സ്ക്വയർ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 2ഉം 2 സ്ക്വയറും ഇവിടെ എഴുതണം. ദെൻ 3 5 3 ഇൻറ്റു 5 3 ഉണ്ട്, 5 ഉണ്ട്, 3 ഇൻറ്റു 5 ഉണ്ട്. ഇത്ര എഴുതണം. ഇനി നോക്കുക, ഇത് ഫുൾ മൾട്ടിപ്ലൈ. 3 2s are 6, 3 4s are 12, then 5 2s are 10, 5 4s are 20, 15 into 2 30, 15 into 4 60. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ്. ഓൾ ഫാക്ടേഴ്സ് നമുക്കിവിടെ കിട്ടി. ഓൾ ഫാക്ടേഴ്സ് എല്ലാ ഫാക്ടേഴ്സിനെയും കിട്ടി. കൂടാതെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാണ്? 60. 60 ഈസ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതുഘടകം. ഇനി കുറച്ച് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം ഞാൻ പറയാമേ. അതായത് ഈ 60 എന്നത് ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണല്ലോ. ആ 60 കിട്ടാനുള്ളൊരു എളുപ്പമാർഗ്ഗം ഇത് നമുക്ക് പാഠഭാഗത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ടീച്ചർ എളുപ്പം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. 300ൻ്റെയും 360യുടെയും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 300ഉം 360യും അടുപ്പിച്ച് എഴുതുക. എന്നിട്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എഴുതുക. ശ്രദ്ധിച്ചോ, നമുക്ക് കിട്ടിയ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 60 ആണല്ലോ. നോക്കാം, 60 കിട്ടുന്ന കണ്ടോണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? 150 180. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 75 90. ദെൻ 5 കൊണ്ട് ചെയ്തപ്പം 15, ഇത് 18 എന്ന് വന്നു. ഇനി 15ഉം 18ഉം കോമൺ ആയിട്ട് 3യുടെ ടേബിളിലുണ്ട്. 5 ആൻഡ് 6 3s are 18. സോ ഇനി ഇത് രണ്ടും ഒരു ടേബിളിൽ വരില്ല. സോ ഇവിടെ കൂടെ നിർത്തി. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സൈഡിൽ വരുന്ന ആളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. എന്തൊക്കെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 2s are 4, 4 5s are 20, 20 ഇൻറ്റു 3 60. കണ്ട, നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കിട്ടിയത് കണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 not 4 എന്നിവയാണ്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ ചെയ്യണം? 210ൻ്റെ എല്ലാ പ്രൈം പ്രോഡക്റ്റ് നമ്മൾ എഴുതുന്നു. 210നെ ആദ്യം ചെയ്തെടുക്കാം. 2 കൊണ്ട് ചെയ്യുമ്പം 105, ദെൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 35, ദെൻ 5 കൊണ്ട് ചെയ്യുമ്പോൾ 7. സോ 210ൻ്റെ പ്രൈം പ്രോഡക്റ്റ് കിട്ടി. അതുപോലെ 504ൻ്റെയും കൂടെ എഴുതാം. 2 കൊണ്ട് ചെയ്യുമ്പം 252 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 2 6 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പം 6 ആൻഡ് 3 വരും. എഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പം 21 വരും. എഗെയിൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 7 വരും. അപ്പം ഇതാണ് ഇവയുടെ പ്രോഡക്റ്റുകൾ. അപ്പം നമുക്കതിനൊന്ന് വിശദമായിട്ടൊന്ന് എഴുതാം. 210ൻ്റെ പ്രൈം പ്രോഡക്റ്റ് എഴുതുമ്പം 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. അതുപോലെ 504ൻ്റെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു
2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7 ആണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ട് എഴുതിയേക്കാം. ഇതിൽ എല്ലാം സിംഗിളായിട്ടുള്ളൂ, അപ്പോൾ അതങ്ങനെ തന്നെ മതി. ഇവിടെയാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7. ഇനി ഈ രണ്ട് ടൈമിലും കോമൺ ആയിട്ട് വരുന്നവരെ മാത്രം നമുക്ക് എഴുതാം. 2 ക്യൂബിലും 2വിലും കോമൺ ആയിട്ട് വരുന്ന ആരാണ്? കോമൺ ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഈ രണ്ടിലും കോമൺ 3 സ്ക്വയറിലും 3യിലും കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. ദെൻ 5നും കോമൺ ഇല്ല, 7ലും കോമൺ ആയിട്ട് വരുന്നത് 7 ആണ്. ഇനി നമ്മളിതിൻ്റെ ബോക്സ് വരയ്ക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ബോക്സ് വരയ്ക്കുന്നത് നോക്കിക്കോളൂ എങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ 1, 2 and 3 ഇവിടെ എഴുതാം. 7 വേണമെങ്കിൽ ഈ സൈഡിൽ എഴുതാം. നമ്മളിതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 7 2s are 14, 7 3s are 21. പിന്നെ നമ്മൾക്ക് ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 വന്നിട്ടുണ്ട്. ഒരു നമ്മൾ 2 ഇൻറ്റു 3 ഇൻറ്റു 7 വന്ന സ്ഥിതിക്ക് 2 3s are എന്നുള്ള ഒരു പോയിൻ്റ് കൂടി എഴുതണം കേട്ടോ, എന്നാലേ പൂർത്തിയാവത്തുള്ളൂ. സോ 2 3s are 6, 6 7s are 42, ഇത്രയും കൂടി വരും. സോ ഇത്രയാണ് പ്രോഡക്റ്റുകളെല്ലാം. അപ്പോൾ അതിനകത്ത് ഹയസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 42. അപ്പോൾ ഇതിൻ്റെ ഈസി മെത്തേഡോടൊന്ന് കാണിച്ചേക്കാം. 210ഉം 210 നമ്മൾ എഴുതി, 504 എഴുതി. നമ്മളെങ്ങനെ ചെയ്യുന്നത്? 2 കൊണ്ട് ചെയ്തപ്പം 105, 504ൻ്റെ 252 വരും. ദെൻ നമ്മൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 35 വരും. ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 3s are 24, റിമൈൻഡർ 12നകത്ത് 4 ടൈംസ്. നമ്മൾ 7ൻ്റെ ടേബിൾ ചൊല്ലുമ്പോൾ 7 5s are, ഇത് 8നകത്ത് 7 ഒരു തവണ, 14നകത്ത് 2 തവണ. സോ കോമൺ ഫാക്ടർ കോമൺ ആയിട്ട് വരുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. ഇവയുടെ പ്രോഡക്റ്റ് HCF is equal to 2 ഇൻറ്റു 3 ഇൻറ്റു 7. എത്ര വരുന്നത്? 6 2s are 2 3s are 6, 6 7s are 42. ഇങ്ങനൊരു എളുപ്പമാർഗ്ഗം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 336ഉം 588. നമ്മൾ 336നെ പ്രൈം പ്രോഡക്റ്റ് ആക്കി എഴുതാം. ഡിവൈഡ് ചെയ്യുമ്പം 2 കൊണ്ട് ചെയ്യുമ്പോൾ 1, 13നകത്ത് 2 6, 16നകത്ത് 8. വീണ്ടും 2 കൊണ്ട് ചെയ്തു 8 4, 2 കൊണ്ട് ചെയ്യുമ്പോൾ 42, എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പം 21, ദെൻ 3 7s are 21. സോ ഇത്രയാണ് പ്രൈം പ്രോഡക്റ്റ്. 588നെ ചെയ്യുമ്പം 2 കൊണ്ട് ചെയ്യുമ്പം 5ൽ 2 2 ടൈംസ്, റിമൈൻഡർ 18ൽ 2 9 ടൈംസ്, ഇത് 8ൽ 2 4 തവണ. ദെൻ 2 1 9ൽ 4 2s are 8, റിമൈൻഡർ 14ൽ 7 വരും. ദെൻ 3 കൊണ്ട് ചെയ്യാം. 14നകത്ത് 3, 3 4s are 12, റിമൈൻഡർ 2 27നകത്ത് 9 3s are 27 വരും. ദെൻ 7 7s are. ദെൻ ഈ പ്രൈം പ്രോഡക്റ്റിനെ നമുക്കൊന്ന് വൃത്തിയാക്കി എഴുതാം. 336ൻ്റെ പ്രോഡക്റ്റ് വരുമ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 വരും. അടുത്തത് 588ൻ്റെ പ്രൈം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7. ഇവയെ നമുക്ക് പവറായിട്ടും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഫസ്റ്റ് നമ്പർ 336 അങ്ങനെ എഴുതുമ്പോൾ 2⁴ ഇൻറ്റു 3 ഇൻറ്റു 7 വരും. സെക്കൻഡ് വൺ 588 വരുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7 സ്ക്വയർ എന്ന് വരും. ഇനി കോമൺ ആയിട്ട് വരുന്നത് കോമൺ ഫാക്ടർ സെലക്ട് ചെയ്യാം. 2⁴ 2 സ്ക്വയറിലും കോമൺ ആയിട്ടുള്ളത് 2 സ്ക്വയർ. ദെൻ 3ലും കോമൺ ആയിട്ടുള്ളത് 3, 7ലും 7 സ്ക്വയറിലും കോമൺ ആയിട്ടുള്ളത് 7. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 സ്ക്വയർ 4 ഇൻറ്റു 3 ഇൻറ്റു 7. 7 3s are 21 ഇൻറ്റു 4 84 എന്ന് വരും. ഓക്കെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ 84 ആണ്.
ഇനി നമ്മൾക്ക് പുസ്തകത്തിലെ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം. ഡൗട്ടുള്ളവരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കിയാൽ വേഗം കിട്ടും കേട്ടോ. നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മൾ ബോക്സ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു വേണം. 1 2 സ്ക്വയറില്ല, അപ്പോൾ 2 എഴുതണം, 2 സ്ക്വയർ എഴുതണം. ദെൻ 3യുടെ കോളം ഇവിടെ, 7 ഇവിടെ, ദെൻ 3 × 7ൻ്റെ ഒരു കോളം കൂടി എഴുതണം. ഇനി എന്ത് ചെയ്യാം, നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക. 3 2s are 6, 3 4s are 12, 7 2s are 14, 7 4s are 28. ഇത് 21 × 2 അതായത് 42, 21 × 4 84. അപ്പം ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ്. ദെൻ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 84. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈംസ്? 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ലാർജസ്റ്റ് കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ അഭാജ്യ സംഖ്യകൾ നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാം. ഒരു 3യും 5ഉം. അപ്പം 3യുടെയും 5ൻ്റെയും കോമൺ ഫാക്ടർ, 3യുടെയും 5ൻ്റെയും കോമൺ ഫാക്ടർ അറിഞ്ഞുകൂടാ. ആരും ഇല്ല എങ്കിൽ നമ്മൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ആരിനെയാണ്? 1നെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. സോ ആൻസർ ഈസ് 1. ഒന്നിൻ്റെ ആൻസർ, ഓപ്ഷൻ എയുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. ദെൻ ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ എന്താ? ക്യാൻ ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പേഴ്സ് ബി 1? 2 കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ 1 വരുമോ? ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത ഈ നമ്പറുകളെല്ലാം എന്താണ്? ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അതിൻ്റെ എല്ലാ ഫാക്ടർ എന്തായാലും 1 വരില്ല അല്ലേ? ക്യാൻ വരുമോ എന്ന ചോദ്യം. അപ്പം അത് വരില്ല. ക്യാൻ ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 കോമ്പോസിറ്റ് നമ്പർ ബി 1? നോ. അതിൻ്റെ ആൻസർ എഴുതേണ്ടത് നോ എന്ന്. ഒരിക്കലും അങ്ങനെ വരില്ല. ദെൻ ഓപ്ഷൻ സി എന്താ? If 2 numbers are divided by their largest common factor, what would be the largest common factor of the quotient? നമ്മൾ 2 നമ്പേഴ്സിനെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വാട്ട് വുഡ് ബി ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ ക്വോഷ്യൻ്റ്? എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. ഉദാഹരണമായിട്ട് 12 and 24. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. 2 കൊണ്ട് ചെയ്തു. 12-നകത്ത് 2 6 ടൈംസ്, ഇത് 12 ടൈംസ്. ദെൻ 2 കൊണ്ട് ചെയ്തു 3 6, അഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്തു 1 2. അപ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 2 2s are 4 3s are 12 ആണ് കോമൺ ഫാക്ടർ. ഇനി അവരെന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ കിട്ടിയ കോമൺ ഫാക്ടർ കൊണ്ട് ഈ 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ കോഷ്യൻ്റ്, അല്ലെങ്കിൽ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ കോഷ്യൻസുകളുടെ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആരാണെന്ന് ചോദ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 12/12 ചെയ്തു, 24/12 ചെയ്തു. 12/12 എത്ര? 1 ആണ്. 24/12 എത്ര? 2 ആണ്. 1ൻ്റെയും 2ൻ്റെയും കോമൺ ഫാക്ടർ എന്താണ്? 1 വരും. അങ്ങനെ ഏത് നമ്പർ വന്നാലും അവയുടെ കോമൺ ഫാക്ടർ എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിളോടെ വേണേൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിൽ ഒരു 15 and 20 ഈ 2 നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടർ നമ്മൾ ചൂസ് ചെയ്തു. 5 കൊണ്ട് ചെയ്തപ്പോൾ 3 വന്നു, 20യെ 5 കൊണ്ട് ചെയ്തപ്പോൾ 4 വന്നു. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 5 ആണ്. ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 5 കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ 2 നമ്പറിനെ ഡിവൈഡ് ചെയ്തു. സോ 15/5, 20/5. ഇതെന്ത് വന്നു? ആൻസർ 3 വന്നു. ഇത് 4 വന്നു. വാട്ട് ഈസ് ദ കോമൺ ഫാക്ടർ ഓഫ് 3 and 4? എന്താണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്? 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ.